നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 കോപമരുതെന്നാണ് ആചാര്യന്മാരും മറ്റും എപ്പോഴും നമ്മളോട് പറയുന്നത്. ഭഗവത്ഗീത 2-ാം അധ്യായത്തിലെ 62-ഉം 63-ഉം ശ്ലോകങ്ങൾ ഒന്നിച്ച് ചേർത്ത് ചിന്തിച്ചാൽ കോപത്തിൻ്റെ അപകടം കൂടുതൽ മനസ്സിലാകും. ഏതെങ്കിലും ഒരു വസ്തുവിലോ ആളിലോ കാര്യത്തിലോ ഒരാളിന് ആഗ്രഹം തോന്നിയെന്നിരിക്കട്ടെ. അയാൾ അതേപ്പറ്റി ചിന്തിച്ച് അതുമായി അടുക്കാൻ ശ്രമിക്കും. പിന്നെ അതിനെ സ്വന്തമാക്കി അനുഭവിക്കാനാകും ശ്രമം. അത് അത്ര എളുപ്പമല്ലെന്ന് വരാം. തടസ്സങ്ങളുണ്ടാകാം. അപ്പോൾ നിരാശയും കോപവും മനസ്സിൽ ഇരച്ചു കയറി വരും. കോപമേറിയാൽ വിവേകം കുറയും. എന്ത് ചെയ്യണമെന്ന് നിശ്ചയമുണ്ടാകില്ല. ബുദ്ധിഭ്രമം വന്നതുപോലെ വല്ലതുമൊക്കെ ചെയ്യും. അതിൻ്റെ ഫലം മിക്കവാറും നാശമായിരിക്കും. ആർക്കൊക്കെ എത്രയൊക്കെ എവിടെയൊക്കെ നാശം സംഭവിക്കുമെന്ന് പ്രവചിക്കാനാകില്ല. കോപം വന്നാൽ അയാൾക്ക് ഭ്രാന്താണ് എന്ന് പറയാറുണ്ടല്ലോ. അത് വാസ്തവമാണ്. കോപം ഉൾക്കണ്ണ് നഷ്ടപ്പെടലാണ്. വിവേകബുദ്ധി നഷ്ടപ്പെടലാണ്. ഫലമോ തനിക്ക് നാശം, ഇടപഴകുന്നവർക്കും നാശം. ഇതൊഴിവാക്കാൻ ക്ഷമ ശീലിക്കണമെന്നാണ് മഹാത്മാക്കളായ ഗുരുക്കന്മാരും മറ്റും പറയുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. വിശ്വം ദർപ്പണദൃശ്യമാനനഗരീതുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യത് സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. വിശ്വം ദർപ്പണദൃശ്യമാനനഗരീതുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യത് സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. നിദ്രാവേളയിൽ നമ്മൾ സ്വപ്നം കാണാറുണ്ട്. അവിടെ ഇഷ്ടവിഷയങ്ങളുണ്ട്, അനിഷ്ടവിഷയങ്ങളുണ്ട്, സുഖദുഃഖങ്ങളുണ്ട്, മാന അപമാനങ്ങളുണ്ട്, ശത്രുവുണ്ട്, മിത്രവുമുണ്ട്. എന്തൊക്കെ ബാഹ്യപ്രപഞ്ചത്തിലുണ്ടോ അതെല്ലാം സ്വപ്നത്തിലുമുണ്ട്. ഒരാൾ സ്വപ്നത്തിൽ കണ്ടത് മറ്റൊരാൾക്ക് ഇല്ലെന്ന് പറയുവാൻ കഴിയില്ല. സ്വപ്നത്തെ സ്വപ്നദർശന വേളയിൽ സത്യമാണെന്ന് കണ്ടറിഞ്ഞതുപോലെ
ഈ വിശ്വത്തെയും സത്യമായി കാണുന്നു എന്ന ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ 1-ാം ശ്ലോകം വ്യാഖ്യാനിക്കുകയാണ് ഇന്ന് സ്വാമി ചിദാനന്ദപുരി. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ 1-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. വലിയൊരു കണ്ണാടിയിൽ സമ്പൂർണമായ നഗരവും പ്രതിഫലിച്ച് അല്ലെങ്കിൽ പ്രതിബിംബിച്ച് കാണുന്നു. അപ്പോൾ വൈവിധ്യപൂർണങ്ങളായ ഘടകങ്ങളോടുകൂടിയ ഒരു പട്ടണത്തെ മുഴുവൻ ഒരു കണ്ണാടിക്കുള്ളിൽ നമ്മൾ കാണുകയാണ്. കാണുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവം. നഗരത്തിൻ്റെ സകല വിശേഷതകളും അവിടെ ഉണ്ടെന്നുള്ളതും നമ്മുടെ അനുഭവം. എന്നാൽ വാസ്തവത്തിൽ അത് കണ്ണാടിക്കുള്ളിലാണോ? ഒരിക്കലുമല്ല. നഗരം വേറെ തന്നെയാണ്. എങ്കിലും അത് കണ്ണാടിയിൽ നമ്മൾ കാണുന്നു. ഇതുപോലെ ഈ പ്രപഞ്ചമഖിലവും വാസ്തവത്തിൽ പാരമാർത്ഥികമായ സത്ത ഏകമാണ്, അദ്വയമാണ്. അത് ഉള്ളതായി സ്വാത്മഭിന്നമായി എത്ര തന്നെ വിപുലതയാർന്ന് കാണപ്പെട്ടാലും അസ്തിത്വം ഉണ്മ എന്ന നിലയ്ക്ക് തന്നിൽ തന്നെ കുടികൊള്ളുന്നതാണ് ഈയൊരു ദർശനം. അതാണ് വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരേ തുല്യം നിജാന്തർഗതം. അങ്ങനെ നിജാന്തർഗതമായിരിക്കുന്ന വിശ്വത്തെ പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ. മായയാ ബഹിഹി ഉദ്ഭൂതം പശ്യൻ. മായയാൽ പുറമേ വികസിതമായി കാണുന്നു. വാസ്തവത്തിൽ തന്നിൽ നിഹിതമായ താനായി നിലകൊള്ളുന്ന ഉണ്മ വിവിധാകാരത്തിൽ നമ്മുടെ മുമ്പിൽ പ്രകടമാവുകയാണ്. എങ്ങനെയാണത് പറയുന്നു? മായയാ അഥവാ യഥാ നിദ്രയാ. മായയാൽ അഥവാ നിദ്രയാൽ എന്ന കണക്ക് വിപുലതയാർന്ന് ഏകമായ ഉണ്മയെ പല പല ഭാവഭേദങ്ങളിൽ കാണുകയാണ്. മായയുടെ ദൃഷ്ടാന്തത്തിൽ ഒരു മായാവി നമുക്കരികെ വന്ന് അയാളിൽ നിന്ന് അനന്യമായ മായയെ പ്രകടമാക്കി പല രൂപഭാവങ്ങളെ സ്വയം പ്രാപിച്ച് നമ്മുടെ മുമ്പിൽ വലിയൊരു മഹേന്ദ്രജാലം അവതരിപ്പിക്കുകയാണ്. അവിടെ ദേവന്മാരും അസുരന്മാരുമാകട്ടെ, അവർ തമ്മിലുള്ള യുദ്ധങ്ങളാകട്ടെ, അതെല്ലാം നമ്മുടെ മുമ്പിൽ പ്രകടമാവുകയാണ്. പക്ഷെ അവിടെ മായാവിയിൽ നിന്ന് ഭിന്നനായിട്ടൊരാളില്ല. മായാവി ഏകനായിരിക്കെ തന്നിൽ നിഹിതമായ മായയെ പ്രകടമാക്കി. ആ മായ കൊണ്ട് ഈ വൈവിധ്യങ്ങളെല്ലാം ഉള്ളതായി നമുക്ക് തോന്നിപ്പിക്കുകയാണ്. അപ്പം മായികമായൊരു ദർശനം ഉള്ള സമയത്ത് അത് ഇല്ല എന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല. എന്നാൽ വിചാരദശയിൽ നമുക്കറിയാം മായാവിയിൽ നിന്ന് ഭിന്നമായിട്ടൊന്നുമില്ല എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് നിദ്രയുടെ ദൃഷ്ടാന്തം. ഉറങ്ങുന്നവനിൽ നിന്ന് ഭിന്നനായിട്ട് ആരുമില്ല ഉറക്കത്തിൽ. ഉറങ്ങുന്നവൻ ഏകനാണ്.
എന്നാൽ സ്വപ്നദശയിൽ വിവിധങ്ങളാകുന്ന ഗ്രാഹ്യങ്ങളും ഗ്രാഹകനും ഗ്രഹണവുമെല്ലാമായി അയാൾ സ്വയം തീരുന്നു. വിവിധങ്ങളായ കാഴ്ചകൾ, ആ കാഴ്ചകളിൽ ശത്രുവുണ്ട്, മിത്രമുണ്ട്, സുഖമുണ്ട്, ദുഃഖമുണ്ട്, എല്ലാ ഭേദങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള ദൃശ്യങ്ങളെ മുഴുവൻ കാണുന്ന ദ്രഷ്ടാവും താൻ തന്നെയാണ്, ദർശനക്രിയയും താൻ തന്നെയാണ്. കാരണം അവിടെ ഉറങ്ങുന്നവനിൽ നിന്ന് ഭിന്നമായിട്ട് ആരുമില്ല. എങ്കിലും സ്വപ്നം ദർശിക്കുന്ന ഘട്ടത്തിൽ ഈ വൈവിധ്യങ്ങളെയൊക്കെ നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പം മായാവി മായാപ്രയോഗത്തിലൂടെ നിദ്രാലു നിദ്രയിൽ എന്ന പോലെ ഏകവും അദ്വയവുമായ സത്യത്തെ പലതായി പലതായി ഭാസിക്കപ്പെടുന്നതായിട്ട് അനുഭവിക്കുകയാണ്. അതില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കുകയാണ്. പക്ഷേ പരമാർത്ഥത്തിൽ സദ്ഭിന്നമായിട്ടില്ല എന്ന് നമ്മൾ അറിയുന്നു. ഈയൊരു ബോധം യസാക്ഷാത് കുരുതേ പ്രബോധ സമയേ സ്വാത്മാനമേവാദ്വയം, യാതൊരാൾ സാക്ഷാത്കരിക്കുന്നുവോ എപ്പോൾ? പ്രബോധ സമയേ, ഉണരുന്ന സമയത്ത്. ഇവിടെ രണ്ട് തലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, നിദ്രയിൽ സ്വപ്നദശയിൽ കാണപ്പെട്ട പല ദൃശ്യപ്രപഞ്ചത്തെയും ആത്മഭിന്നങ്ങളല്ല എന്ന് ഉണരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. താനല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെ ദ്രഷ്ടാവായതും ദൃശ്യമായതും ദർശനമായതും എല്ലാം താൻ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. എപ്പോൾ? ഉണരുമ്പോൾ. ഉറക്കത്തിലാകട്ടെ ആ കാണുന്നതൊക്കെ സത്യമാണ്. ഇനി മറ്റൊരർത്ഥം, പ്രബോധ സമയേ എന്നുള്ളതിന് ഉണരുന്ന സമയത്തെന്ന് പറയുന്നത് കേവലം സ്വപ്നത്തിൽ നിന്നുണരുന്നതല്ല, മറിച്ച് അജ്ഞാനമാകുന്ന സുദീർഘ നിദ്രയിൽ നിന്നുള്ള ഉണരലാണ്, തത്വവിജ്ഞാനത്തിലേക്കുള്ള ഉണരലാണ്. ആ പ്രബോധം, പ്രകൃഷ്ടമായ ബോധം, ജ്ഞാനം പ്രകാശിക്കുന്ന സമയത്ത് സ്വാത്മാവ് മാത്രം സത്യമെന്ന ബോധത്തിലേക്ക് ഉയരുന്നു. അങ്ങനെയുള്ള ഗുരുമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത്. ഈ ഭാഗം അല്പം കൂടി വിചാരം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം ആവാം. തുടർന്ന് സനാതനധർമ്മം. വാൽമീകിക്ക് രാമായണത്തിൻ്റെ രചനയ്ക്കായി ഒരു ഇതിവൃത്തം ലഭിക്കുന്നു. വാൽമീകി ആദ്യമേ തന്നെ നാരദനോട് ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിന് നാരദൻ ഇപ്രകാരമാണ് പറഞ്ഞത്: ബഹവോ ദുർലഭാശ്ചൈവ യേ ത്വയാ കീർത്തിത ഗുണാഹ മുനെ വക്ഷ്യാമ്യഹം ബുദ്ധ്വാ തൈർയുക്ത ശ്രൂയതാം നരഹ. വാൽമീകി ചോദിച്ച ഈ ഗുണങ്ങൾ എല്ലാം തികഞ്ഞ ആളുകൾ വളരെ കുറവാണ് എന്ന് നാരദൻ്റെ ദൃഷ്ടിയിൽ പോലും അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണ്. എങ്കിലും നാരദൻ പറഞ്ഞു, ത്വയാ ഗുണാഹ യേ ഗുണാഹ കീർത്തിതാഹ, അങ്ങ് ഏത് ഗുണങ്ങളൊക്കെയാണോ പറഞ്ഞത് അങ്ങനെയുള്ള ഗുണങ്ങളോട് കൂടിയ ആളുകൾ വളരെ കുറവാണ്. എങ്കിലും മുനെ വക്ഷ്യാമ്യഹം ബുദ്ധ്വാ തൈർയുക്ത ശ്രൂയതാം നരഹ, മുനെ ഞാൻ നന്നായി ആലോചിച്ച് അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് അങ്ങേക്ക് പറഞ്ഞു തരാം. നാരദൻ വളരെ ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, ഇക്ഷ്വാകുവംശപ്രഭുവോ രാമോ നാമ ജനൈശ്രുതഃ നിയതാത്മാ മഹാവീര്യോ ദ്വിതിമാൻ ധൃതിമാൻ വശി. ഇക്ഷ്വാകുവിൻ്റെ വംശത്തിൽ രാമൻ എന്നു പേരായി ഒരു രാജാവ് ഉണ്ടായിട്ടുണ്ട്. അങ്ങ് പറഞ്ഞ ഈ ഗുണങ്ങളെല്ലാം ആ രാജാവിലാണ് തെളിഞ്ഞു കാണുന്നത്. അദ്ദേഹം ദശരഥ മഹാരാജാവിൻ്റെ പുത്രനാണ്. ഇക്ഷ്വാകുവിൻ്റെ കുലത്തിലാണ് ദിലീപൻ ജനിക്കുന്നത്. ദിലീപൻ്റെ മകനായിട്ട് രഘുവും, രഘുവിൻ്റെ മകനായിട്ട് അജനും, അജൻ്റെ മകനായിട്ട് ദശരഥനും, ദശരഥൻ്റെ മകനായി രാമനും ഉണ്ടായി. രഘുവാണ് ആ കുലത്തിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ളത്. അതുകൊണ്ടാണ് രഘുവിൻ്റെ കുലം എന്ന അർത്ഥത്തിൽ അവരെല്ലാം രാഘവന്മാരായി അറിയപ്പെടുന്നത്. ശ്രീരാമനും
ദശരഥനും എല്ലാവരും രാഘവന്മാരാണവർ, രഘുകുലത്തിൽ പിറന്നവരാണ്. അങ്ങനെയുള്ള ആ രാഘവനാണ് ഈ പറഞ്ഞ ഗുണങ്ങളോടൊക്കെ കൂടിയവൻ. കൗസല്യാനന്ദവർദ്ധനനായിട്ട്, കൗസല്യാദേവിയുടെ ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നവനായി രാമൻ ഉണ്ടായിരുന്നു. ആ രാമൻ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. കാരണം അങ്ങ് പറഞ്ഞ സമസ്ത ഗുണങ്ങളും ഉള്ളവനാണ്. സത്യവാക്കാണ്, സത്യം പറയുക, താൻ പറയുന്നത് സത്യമാക്കുകയും കൂടി ചെയ്യുന്ന ആളാണ്. നമ്മൾ സാധാരണ ഒരു വസ്തുത ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് സത്യം പറയുന്നു എന്ന് പറയാറുണ്ട്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന ഒരു തലത്തിലാണ് വേദം പറയുന്ന സത്യം. കാരണം വേദം പറയുന്നത് പറഞ്ഞ വാക്കിനെയും നിങ്ങൾ സത്യമാക്കണം എന്നാണ്. അപ്പോൾ പറഞ്ഞ വാക്കിനെ സത്യമാക്കുന്നത് എങ്ങനെയാണ്? അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് പറഞ്ഞ വാക്ക് സത്യമായിത്തീരുന്നത്. അപ്പോൾ നിയതാത്മാവാണ് അദ്ദേഹം. നിയതാത്മാ മഹാവീര്യ ദ്യുതിമാൻ ധൃതിമാൻ വശി. നിയതാത്മാവാണ്. നിയതം, നിശേഷേണ പൂർണ്ണമായും യമനം ചെയ്യപ്പെട്ട, നിയന്ത്രിക്കപ്പെട്ട ആത്മാവോട് കൂടിയവനാണ്. തൻ്റെ ശരീരം, ആ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും വാക്കും പ്രവൃത്തികളും എല്ലാം തന്നെ വളരെയേറെ നിയന്ത്രിതമായി മാത്രം നടക്കുന്ന ആൾ. അങ്ങനെയുള്ള ആളെയാണ് നിയതാത്മാവ് എന്ന് പറയും. യമം ചെയ്യപ്പെട്ടതാണ് യതം. നിയതാത്മാവാണ്. മഹാവീര്യനുമാണ്. ദ്യുതിയോട്, ശോഭയോട് കൂടിയവനുമാണ്. ധൃതിമാൻ, ധൃതി എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് സാധാരണ ധൃതി എന്ന പദം തിടുക്കം എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കാറ്. ധൃതി എന്ന് പറഞ്ഞാൽ തിടുക്കമല്ല, ധൃതി എന്ന് പറഞ്ഞാൽ ധൈര്യമാണ്. ധൃതമാക്കുക. എന്തിനെ ധൃതമാക്കുക? മനസ്സിനെ, ബുദ്ധിയെയും ധൃതമാക്കുക, പിടിച്ച് നിർത്തുക. അതിനെയാണ് ധൃതി എന്ന് പറയുന്നത്. ഭാഗവതത്തിൽ ധൃതിക്ക് ലക്ഷണം പറയുന്നുണ്ട്. ജിഹ്വോപസ്ഥജയോ ധൃതിഹി. ജിഹ്വ, നാവ്. ഉപസ്ഥം ലൈംഗികതയാണ്, ലൈംഗികാവയവമാണ്. നാവിനെയും ലൈംഗികതയെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അയാൾ ധൈര്യമുള്ളവനായി, ധൃതി ഉള്ളവനായി തീർന്നു. നാവെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നാവ് ആണ് വളരെ അപകടം പിടിച്ച ഒരു ഇന്ദ്രിയമാണ് നാവ്. കാരണം എന്താണ്? നാവിൽ 2 ഇന്ദ്രിയങ്ങളാണ്. ഒരു ജ്ഞാനേന്ദ്രിയമുണ്ട്, ഒരു കർമ്മേന്ദ്രിയവുമുണ്ട്. രുചികളെ അറിയുന്ന ജ്ഞാനേന്ദ്രിയം, പിന്നെ സംസാരിക്കുന്ന കർമ്മേന്ദ്രിയവും. അപ്പോൾ നമുക്കറിയാം ജ്ഞാനേന്ദ്രിയം, അതിലെ കർമ്മേന്ദ്രിയം എന്ന നിലയ്ക്ക് നാം എടുക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അതിനെ നിയന്ത്രിക്കാൻ കഴിയാറില്ല. വികാരങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ ഒരിക്കലും നാം പറയാൻ ഉദ്ദേശിക്കാത്ത വാക്കുകൾ പോലും വന്നു പോകും. ഒരു പദം തെറ്റായി പ്രയോഗിച്ചാൽ മതി, അത് വളരെ അപകടകരമായ ഒരു പരിണാമം ഉണ്ടാക്കി തീർക്കും. ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പറഞ്ഞുപോയ ഒരു വാക്കിൻ്റെ പേരിൽ പോലും അവരുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടതായി നാം കണ്ടിട്ടുണ്ട്. അപ്പോൾ വാക്കിനെ നിയന്ത്രിക്കുക വളരെയേറെ ക്ലേശകരമാണ്. അതുപോലെ തന്നെയാണ് രുചികളെ നിയന്ത്രിക്കാൻ. ഇപ്പോൾ പാടില്ലാത്ത ഭക്ഷണം വളരെ വ്യാപകമാണ്, ഷുഗർ ആളുകൾക്ക്. അപ്പോൾ ഡോക്ടർമാർ പറയും ഭക്ഷണം നിയന്ത്രിക്കണം. പലരും ഭക്ഷണം നിയന്ത്രിക്കുന്നത് സഹധർമ്മിണി ഒപ്പം ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്താണ്, എവിടെ പോയാലും സദ്യക്ക് പോയാലും പാടില്ലാത്തതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് ആളുകൾ വരും. എന്താണ് കാരണം? രുചിയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ അപകടത്തിലാക്കുന്ന ഒരു ഇന്ദ്രിയമാണ് നാക്കെന്ന് പറയുന്നത്. അങ്ങനെ അതിനെ നിയന്ത്രിച്ച ആളാണ് രാമൻ. രാമൻ പറയേണ്ട കാര്യം പോലും പലയിടത്തും പറയുന്നില്ല. വനത്തിലേക്ക് പോകണം എന്ന് പിതാവ് പറഞ്ഞപ്പോൾ വനത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. വനത്തിൽ പോയിട്ടോ സ്വന്തം സഹധർമ്മിണി, അതീവ സുന്ദരിയായ പത്നി ഒപ്പമുണ്ടായിട്ട് പോലും ഋഷിതുല്യമായ ജീവിതം നയിച്ച ആളാണ് രാമൻ. ഇങ്ങനെ തന്നെ നിയന്ത്രിക്കുന്നതിന്, ആത്മനിയന്ത്രണത്തിന് ഉത്തമ ഉദാഹരണമായിട്ടുള്ള ആളാണ് രാമൻ. രാമൻ്റെ ഗുണഗണങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ദശരഥൻ നിശ്ചയിച്ചുവെന്നും കൈകേയി മാതാവ് അതിന് വിഘാതം സൃഷ്ടിച്ചുവെന്നും തുടങ്ങി രാമൻ്റെ കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ് വാൽമീകി അവിടെ ചെയ്യുന്നത്. അങ്ങനെ രാമൻ്റെ കഥ
ഒരു ഇതിവൃത്തമായി വാൽമീകിക്ക് ലഭിക്കുകയും വാൽമീകിയുടെ മനസ്സ് അതുമായി സംവദിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഹൃദയ സംവാദം എന്ന് പറയുന്ന കാവ്യത്തിൻ്റെ നിർമ്മിതിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘട്ടം ഈ ഭാഗത്ത് നമുക്ക് വാൽമീകി തന്നെ കാട്ടിത്തരുന്നുണ്ട്. ഇനി മംഗളാരതിക്കായി ക്ഷേത്രസന്നിധിയിലേക്ക് പോകാം. സമൃദ്ധമായി അന്നം കൊടുക്കുന്നവരെയും മുടങ്ങാതെ അഗ്നിഹോത്രം നടത്തുന്നവരെയും വേദാന്തജ്ഞാനികളെയും 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടവരെയും മാസം തോറും ഉപവാസം അനുഷ്ഠിക്കുന്നവരെയും കാണുന്ന മാത്രയിൽ വന്ദിക്കണം എന്നാണ് പ്രമാണം. മംഗളാരതി തൊഴുതു മടങ്ങാം. നമസ്കാരം. കദളി പഴ പ്രിയേ അമ്മാ അമ്മാ പള്ളിയുണരുവാൻ പാണീരവം ഉള്ളിലൊരാനന്ദ സങ്കീർത്തനം. പള്ളിയുണരുവാൻ പാണീരവം ഉള്ളിലൊരാനന്ദ സങ്കീർത്തനം. അലങ്കാരപ്രഭ തൂകും നിൻമുഖം കണ്ടാൽ മനമൊരു ഭക്തിക്കടലായി മാറും.